കൗമാരക്കാരായ പെൺകുട്ടികളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് PCOS അല്ലെങ്കിൽ PCOD. ഇപ്പോൾ 2 ദിവസം മുന്നേ അതിൻ്റെ പേര് സയൻറ്റിഫിക് ബോഡീസൊക്കെ മാറ്റുകയുണ്ടായി. PMOS, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നാണ് അതിൻ്റെ പേര് വന്നിരിക്കുന്നത്. അതായത് മെറ്റബോളിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് PCOSൻ്റെ പേര് മാറ്റിയിരിക്കുന്നത്. വെറും ഓവറികളിൽ കാണുന്ന ഒരു അസുഖമല്ല PCOS. നിങ്ങളുടെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. പെൺകുട്ടികളുടെ ആക്നി, വളരെയധികം മൂക്കുരു, അങ്ങനത്തെ സിംറ്റംസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. ചില ആളുകളിൽ മുടിയൊക്കെ കൊഴിയുന്ന രീതിയിൽ ആൻഡ്രോജനിക് അലപ്പേഷ്യ ആ രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ആളുകൾക്കും ഇതുണ്ടാവുന്നത് വെറും ഓവറീൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടല്ല. പല ആളുകളിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ മൂല കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് പലപ്പോഴും ഒബിസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്. അത്തരക്കാരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ തെറാപ്യൂട്ടിക് ടാർഗറ്റ്. ഇത് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ നെയിം ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ കൺവെൻഷനലി PCODക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന തെറാപ്പി എന്ന് പറയുന്നത് സീക്വൻഷ്യലി 21 ദിവസം മരുന്ന് കുടിക്കുക, അത് കഴിഞ്ഞ് ബ്ലീഡ് ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും ആ ഡിസീസിൻ്റെ പാത്തോജൻസിനെ നമ്മൾ തൊടുന്നില്ല. എപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന തെറാപ്പീസ് കൊടുക്കുമ്പോൾ, എപ്പോഴാണ് മെറ്റ്ഫോമിനൊക്കെ പോലുള്ള ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന GLP-1 അനലോഗുകളായിട്ടുള്ള സെമാഗ്ലൂട്ടൈഡോ അല്ലെങ്കിൽ മോജാരോ ഒക്കെ എടുക്കുന്ന സമയത്ത്, എക്സസൈസോ ഡയറ്റോ ഒക്കെ കൃത്യമായിട്ട് എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മാത്രമേ ഈ ഡിസീസിൻ്റെ പാത്തോഫിസിയോളജി മാറ്റുന്നുള്ളൂ. ആ ഒരു ഇമ്പോർട്ടൻസ് കൂടി കൊണ്ടുവരാനാണ് ഈ നെയിം ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു വ്യത്യാസം ആളുകൾ തിരിച്ചറിയുക, അതിനനുസരിച്ച് ആക്ട് ചെയ്യുക. താങ്ക് യു. Stay healthy. Follow for more.